കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറിനെ തെളിവെടുക്കാൻ വേണ്ടി, അതായത് 10 ലക്ഷം രൂപ ഈ കടയിലെ ചേച്ചിയുടെ, ഈ പാവപ്പെട്ട ചേച്ചിയുടെ ഫോണിൽ നിന്നാണ് പത്മകുമാറും ഭാര്യയും കൂടി വിളിച്ച് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ അച്ഛനോട് ചോദിച്ചത്. ക്രൈംബ്രാഞ്ചുകാർ ഈ പത്മകുമാർ ഇറക്കി ചേച്ചീനോട് ചോദിക്കുകയാണ്, ഇയാളെ കണ്ട് പരിചയമുണ്ടോ? അപ്പോൾ ചേച്ചി പറഞ്ഞു ഇയാൾ തന്നെയാണ്, എല്ലാം ശരിയാണ്, ഓക്കെ. പക്ഷേ ക്രൈംബ്രാഞ്ചുകാർ എന്തുകൊണ്ട് പത്മകുമാറിൻ്റെ ഭാര്യ അനിതകുമാരിയെ ഇറക്കിയില്ല തെളിവെടുപ്പിന് വേണ്ടി? ഇത് പോലീസുകാർ കളിക്കുന്ന നാടകമല്ലേ? അനിതകുമാരിയെ സംരക്ഷിക്കുകയാണോ ക്രൈംബ്രാഞ്ചും കേരള പോലീസും കൂടി? അനുപമയെ സംരക്ഷിക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു പറ്റി ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ? ശക്തമായിട്ട് തന്നെ അന്വേഷിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CBI തന്നെ വരണം. ഈ കേസിൽ ഇവർക്ക് വേണ്ടി ഇപ്പോൾ വരാൻ പോകുന്നത് സുപ്രീം കോടതിയിലെ വലിയ ഒരു വക്കീലാണ് രഞ്ജിത്ത് ശങ്കറാണ് ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടി 3 പ്രതികൾക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് കാശ് എവിടെ നിന്ന് കിട്ടി? പത്മകുമാർ കാശ് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ തുടർന്നുള്ള പരിപാടി നിങ്ങൾ കാണുക, സ്കിപ്പടിക്കാണ്ട് കാണണം, എന്നാലാണ് ബാക്കി കഥകളെല്ലാം എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇനി ഇവിടുന്ന് നേരെ പത്മകുമാറും ടീമെല്ലാം പോകുന്നത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ ആ സ്ഥലത്തേക്കാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ക്രൈംബ്രാഞ്ചുകാർ എന്തുകൊണ്ടാണ് അനിതകുമാരിയെ ഈ കടയിൽ ഇറക്കി ഇവരാണോ നിങ്ങളുടെ ഫോൺ മേടിച്ച് വിളിച്ചത് എന്ന് ചോദിക്കാഞ്ഞത് എന്തുകൊണ്ട്? അപ്പോൾ ഇവരുടെ പിന്നിൽ ആരാണ്? എത്ര പേരുണ്ട്? എന്തുകൊണ്ടാണ് നിങ്ങളിവരെ സെലിബ്രിറ്റിയെ പോലെ കൊണ്ടു നടക്കുന്നത്? ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ചോദ്യമാണ്. ഈ പരിപാടി കാണുന്നവരെല്ലാവരും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. പഴയ എപ്പിസോഡൊക്കെ കാണാൻ മറക്കരുത്. ഇതിൻ്റെ അടിയിൽ കുറേ എപ്പിസോഡ് കിടപ്പുണ്ട് പത്മകുമാറിൻ്റെ. ഇന്നലെ ഞാൻ പോലീസുകാരുടെ റിപ്പോർട്ട്, കോടതി കൊടുത്ത റിപ്പോർട്ട് മകളും കാണിച്ചുകൊണ്ടുള്ള എപ്പിസോഡായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യുക. ഭാര്യനെ മറക്കി സെലിബ്രിറ്റിയായ യൂട്യൂബറായ അനുപമേനെ ഇറക്കിയില്ല. എന്തുകൊണ്ട്? തെളിവെടുപ്പിന് കൊണ്ടുവന്ന 3 പ്രതികളെയും ഇറക്കിക്കൊണ്ട് വേണം തെളിവെടുപ്പ് നടത്താൻ. കണ്ടോ, പത്മകുമാറും അനിതകുമാരിയും മാത്രം ഇറങ്ങി ക്രൈംബ്രാഞ്ചുകാർ ചോദ്യം ചെയ്തു, നിങ്ങൾ എവിടെ നിന്നാണ് തട്ടിക്കൊണ്ടുപോകുന്നത്, മറ്റേ മറിച്ചാന്നൊക്കെ ചോദിക്കുന്നു. എവിടെ അനുപമ? അവൾ ഒരു യൂട്യൂബർ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവൾക്ക് വല്ല സൗന്ദര്യം കൂടിക്കൊണ്ടുപോയിട്ടാണോ എന്നൊക്കെ ജനങ്ങൾ ചോദിച്ചു. അവളെ എന്തുകൊണ്ട്, അനുപമേനെ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചുകാരെ ഇറക്കിയില്ല? പ്രേക്ഷകരെ, നിങ്ങൾ ഇതിന് വിലയേറിയ കമൻറ്റ് നിങ്ങളുടെ രേഖപ്പെടുത്തുക. കാര്യം എന്താ വെച്ചാൽ ഇവളെപ്പോലുള്ള ചെറ്റകളാണ് ഈ നാടിൻ്റെയൊക്കെ ശാപം. ഇവളെപ്പോലുള്ള ക്രിമിനൽസാണ് ഈ നാടിൻ്റെ ശാപം. ഇവളെപ്പോലുള്ള വനിതകളാണ് ഇവിടുത്തെ നല്ല വനിതകൾക്ക് ശാപം. തീർച്ചയായിട്ടും ഈ പരിപാടി ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കി കഥകളിലോട്ട് നമുക്ക് പോകാം. കണ്ണ മൈക്ക് കൊടുത്തു, അവരെല്ലാം കൊടുത്തു. ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ കൂടെ ആരുണ്ടായി? അപ്പോൾ എൻ്റെ മകൾ അനുപമയും ഉണ്ടായി. ആരുടെ മകൾ? നിങ്ങളുടെ മകൾ അനുപമയും ഉണ്ടായി. എന്നിട്ട് എന്താണ് അനുപമേനെ നിങ്ങൾ തെളിവെടുപ്പിന് ഇറക്കാഞ്ഞത്? ഇത് ജനങ്ങളെ നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ട് ഇവർ അനുപമേനെ വണ്ടിക്കകത്ത് തന്നെ ഇരുത്തി? എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അനുപമേനെ ഇറക്കാഞ്ഞത്? തെളിവെടുപ്പും കഴിഞ്ഞ് പോകണേണ്. കൊള്ളാം, കയറിപ്പോയിക്കോ. ഇത്രമാണോ? ഇതാണോ ചെയ്യേണ്ടത്? ഒരു പാവപ്പെട്ട, ഒന്നും അറിയാൻ പാടില്ലാത്ത കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ചെറ്റകളാണ് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുന്ന പരനാറികളാണ്. ഇവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഈ ക്രൈംബ്രാഞ്ച്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന്. എന്തുകൊണ്ട് അനുപമേനെ ഇവർ പുറത്തോട്ട് ഇറക്കിയില്ല? എന്തുകൊണ്ട്? എൻ്റെ ചോദ്യമാണ്. 3 പേരും പ്രതികളാണെന്ന് ഇവർ തന്നെ പറയുന്നു. 3 പേരെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്നു ഇവർ തന്നെ, എല്ലാം ഇവർ തന്നെ പറയുന്നു. എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ ഈ പ്രഹസനം? ഈ കേസ് CBI അന്വേഷിച്ചില്ലെങ്കിൽ ഇവരെ വെറുതെ വിടും. അത് ഉറപ്പുള്ള കേസാണ്.
മച്ചന്മാരെ കയറി വള അനൂപ് ആക്ഷൻ വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മച്ചന്മാരെ, സുഖമല്ലേ? പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് വമ്പൻ ഹിറ്റാക്കി തന്ന എല്ലാ ജനങ്ങൾക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അഡ്വക്കറ്റ്, അതായത് പത്മകുമാർ, പ്രതിയായ പത്മകുമാറിൻ്റെയും അനിതകുമാരിയുടെയും മകൾ അനുപമയുടെയും വക്കീൽ മാറി. കൊട്ടാരക്കരയിൽ നിന്ന് മാറി. കൊട്ടാരക്കരയിൽ സുഗുണം വക്കീലായിരുന്നു പത്മകുമാറിൻ്റെ വക്കീൽ. പിന്നെ 2 അനുപമക്കും പിന്നെ ഈ പറയുന്ന അനുപമയുടെ അമ്മ അനിതകുമാരിക്കും വേണ്ടി വന്നത് വേറൊരു ലേഡി വക്കീലാണ്. ഇവർ പൈസ മുടക്കാണ്ട്, അതായത് സാമ്പത്തികമായിട്ടില്ലാത്തവർക്ക് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന വക്കീലാണ് ഈ 2 ലേഡീസിന്, അതായത് പത്മകുമാറിൻ്റെ ഭാര്യയ്ക്കും പത്മകുമാറിൻ്റെ മകൾക്കും വേണ്ടി വന്നത്. ആ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ആ എപ്പിസോഡ് കിടപ്പുണ്ട്. ആ എപ്പിസോഡ് നിങ്ങൾ കാണുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ സംഭവം പറയാമെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിലെ ഒരു പ്രമുഖനായ ഒരു വക്കീലാണ് വരാൻ പോകുന്നത് എന്നാണ് അറിഞ്ഞ റിപ്പോർട്ട്. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, എടാ അനൂപേ, പിന്നെ നീ വിചാരിക്കണ പോലെയല്ല അവർ വമ്പൻ ടീമാണെന്ന് പറഞ്ഞു. ആര്? ഈ പത്മകുമാറും സംഘങ്ങളും വമ്പൻ ടീമാണ്. ഇതിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുണ്ട്, കുറേ ഗുണ്ടകളുണ്ട്, കുറേ ബന്ധവും പിടിപാടുമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിനെന്താ, നീ വിചാരിക്കണ ആളല്ല ഈ പറയുന്ന ആൾക്കാർ എന്നാണ് എന്നോട് പല ആൾക്കാരും പറഞ്ഞത്. പക്ഷേ അവർ വിചാരിക്കുന്ന ആളല്ല ഞാനും, മനസ്സിലായ? ഇത് നമ്മുടെ പരിപാടി അവരുടെ ടീമൊക്കെ ഇരുന്ന് കാണണമെന്നറിയാം. അപ്പോൾ അവരുടെ ടീമൊക്കെ കണ്ടോട്ടെ. ഇത് നമ്മൾ വെറുതെ യൂട്യൂബും കളിച്ച് പറമ്പിലിരുന്ന് പാടത്തിരുന്ന് വീഡിയോ ഇടുന്ന ചെറിയ പയ്യനൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു മധ്യവയസ്കനൊന്നുമില്ല. അറുകത്തരമാണെങ്കിൽ നമ്മളും അറുകത്തരും തന്നെയാണ്. നിയമപരമാണെങ്കിൽ നമ്മളും നിയമപരം. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിസി. അപ്പോൾ അനിതകുമാരിയുടെ അമ്മേനെയും കൊണ്ട് പോയി 16 കഴിപ്പിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അനുപമയുടെ മോക്ക് ഷഡ്ഡിട്ടവന്മാരൊക്കെ എനിക്കൊന്നും പറയാനൊന്നുമില്ല. മുകളിൽ ആകാശം താഴെ ഭൂമി, കട്ടിലേ കിടന്നാൽ നമ്മൾ ഉറങ്ങണം, അത്രേ ഉള്ളു. കുണ്ടി കൂടി പോകാത്ത വളിയൊന്നുമില്ല എൻ്റെ പൊന്നു വച്ചാന്മാരെ. എല്ലാവരും വിടുന്ന സാധനമാണ് വള്ളി. അപ്പോൾ അതേപോലത്തെ ഒരു വള്ളിയാണ് ഞങ്ങൾക്ക്. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഈ പത്മകുമാറും ഈ കേസ് ഞങ്ങൾക്കൊരു വള്ളിയാണ്. അപ്പോൾ കൊല്ലത്തുള്ള ഗുണ്ടകൾ വരും, തിരുവനന്തപുരത്തുള്ള ഗുണ്ടകൾ വരും, ഉണ്ടകൾ വരും. ഇതൊക്കെ നമുക്ക് വിഷയമൊന്നുമില്ല. ഗുണ്ടകൾ വന്നോല്ല, എന്നാലല്ലേ ഇതിനൊരു ഹരം. ഗുണ്ടകളെങ്ങാനും വന്നോന്നേ അങ്ങ് പറയുള്ളൂ. അപ്പോൾ ഗുണ്ടകൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ ഞാനും അങ്ങനെ നീക്കും. ഈ പത്മകുമാരി പോട്ടെ, പണ്ടാര പേരും മറന്നു, പത്മകുമാർ ഓർക്കും ഇതെന്താണ് പേഴ്സാന്ന് ഓർക്കും. പക്ഷേ ഇത് പേഴ്സല്ല, മനസ്സിലായ? ഇത് നമ്മളിങ്ങനെ വെച്ച് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര സ്പെക്സിനോട് ഭയങ്കര താല്പര്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മുഖമുണ്ട്, കണ്ട പല മുഖങ്ങളുണ്ട്. ജഗതിക്ക് മറ്റേ ആക്ഷൻ കാണിക്കുമ്പോൾ കേട്ടാ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പല പല മുഖങ്ങളുണ്ട്. മീശ പിരിച്ചാൽ ഒരു മുഖം, കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഒരു മുഖം, കൂളിംഗ് ഗ്ലാസ് വെച്ചില്ലെങ്കിൽ ഒരു മുഖം, അങ്ങനെ പല പല മുഖങ്ങളുള്ള ആൾക്കാരാണ് മനുഷ്യന്മാർ. അപ്പോൾ എന്തായാലും ഇന്നൊരു അടിപൊളി പാട്ട് പാടിയിട്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡിലോട്ട് കിടക്കാം. എന്തായാലും ഇന്നലെ എൻ്റെ പരിപാടി വമ്പൻ ഹിറ്റാക്കി റീച്ചാക്കി തന്ന എല്ലാ ജനങ്ങൾക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി അനൂപ് ആക്ഷൻ വ്ളോഗ്സ് പരിപാടി തുടങ്ങാൻ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ CBIക്ക് അന്വേഷണം കൊടുക്കാൻ പോകുന്നത് വെറുതെ അല്ല. ഞാൻ എൻ്റെ വക്കീലെയും കാര്യങ്ങളും എന്നിൽ ബന്ധപ്പെടുന്ന പല ആൾക്കാരുണ്ട്, പല വമ്പന്മാരുമുണ്ട്. അവരൊക്കെ ഇട്ട് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് മുന്നോട്ട് പോകണം. അല്ലാണ്ട് കണകോണ കൊണ്ടിച്ചാൻ പറയണ പോലെ ഈ കമൻറ്റോളികൾ എന്നിട്ട് പണിക്ക് പോടാ എടാ, എനിക്ക് പണിക്ക് പോകണില്ല, ഞാൻ പണിക്ക് പോകണില്ല. എൻ്റെ വീട്ടുകാരെന്നോ പറയണം പണിക്ക് പോകണ്ടെന്ന് പറയണം. നീയൊക്കെ വല്ല പണിക്കും പോയി നിൻ്റെ തന്തക്കും തള്ളക്കും വല്ലതും കൊടുക്കണ വധൂരികളെ. എന്നോട് തൊട്ട് പണിക്ക് പോടാ. പണിക്കൊക്കെ ആര് പോകാടാ ഊളകളെ? അതൊക്കെ ഈ ഊളകൾ. യൂസഫ് അലിനോട് നീയൊക്കെ പറയും പണിക്ക് പോകാൻ, മമ്മൂട്ടിനും മോഹൻലാലും പറയും പണിക്ക് പോകാൻ. എന്നിട്ട് വന്നിട്ട് കമൻറ്റോളികൾ, ചെറ്റകൾ, തന്തക്കുറക്കാത്ത കുറെ കഴിവേറൊക്കെ വന്നിട്ട് പണിക്ക് പോടാ. എടാ നീയൊക്കെ പണിക്ക് പോകണമെന്നാറി പട്ടാൻ പിടിക്കാനായിട്ട്. പണിക്ക് പോടാ വ്രേറ്റിയിട്ട കമൻറ്റോളികൾ, ചെറ്റകൾ. അപ്പം നമുക്ക് അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പണിക്കുന്നു പോകണം ഇങ്ങനെ ഇരിക്കും. പക്ഷെ എന്തൊരു കഷ്ടമാണ് പണിക്ക് പോടാന്ന്. എടാ ഈ പറയണവന്മാർക്ക് വലിയ പണിക്കും പോകും ഭണ്ടാരങ്ങൾ. നീയൊക്കെ എൻ്റെ അച്ഛനമ്മമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പണിക്കൊക്കെ പോയി ചെയ്ത് കൊടുക്ക്.
അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായി മുരിക്കാൻ പോയി കയറിയിട്ട് എനിക്ക് ഊർന്നിറങ്ങിയാൽ മതി. ഇത് പറഞ്ഞിട്ടും കമൻറ്റ് ഓളികൾക്ക് നാണമില്ലെന്ന് പറയും, എന്ത് പറയാനോ. അപ്പം നമുക്കിന്നൊരു പാട്ട് പാടി നമ്മുടെ ഈ വീഡിയോ ആരംഭിക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ പ്രേക്ഷകരെ, എന്നെ സഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. നമ്മൾ ഈ തമാശ കളിച്ചാലും ഇത് കളിയൊക്കെ നമുക്ക് ആരും നോക്കും, അത് വേറെ മൂഡ്. നമ്മൾ വേറെ മൂഡിൽ സീനബിളായിട്ട് വെറുതെ ഫ്രീക്ക് അടിച്ച് അതായത് ജിലേബി ലഡു അലുവയൊന്നുമല്ല, വേറെ മൂഡിൽ നമ്മൾ പോകും. ഈ കേസന്വേഷണം നമ്മൾ തുടരും. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് വീഡിയോയോട് കിടക്കാം. നെഞ്ചിനുള്ളിൽ അനുപമ, കണ്ണടച്ചാൽ പപ്പേട്ടൻ, കണ്ണ് തുറന്നാൽ നീയാണടി അനന്തകുമാരിയേ, അനന്തകുമാരിയേ. എങ്ങനെയുണ്ട്? അപ്പം ഇനി നമുക്ക് നമ്മുടെ എപ്പിസോഡ് തുടക്കാം. ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ, ഇവരുടെ അഡ്വക്കറ്റുമാർ, ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. ആര് കണ്ടെത്തി? കേരള പോലീസ്. ഇവര് 6 കോടി കടത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു വെൽ പ്ലാൻഡ് ആണ്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ആ റോഡ് സൈഡിൽ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് ഇവർ തെളിവെടുക്കുന്ന രംഗങ്ങളുണ്ട്. ഭയങ്കര വെള്ളിയാ വീഴുന്നത്, അതിൽ രക്ഷയില്ല. അപ്പോൾ തെളിവെടുക്കുന്ന രംഗങ്ങളുണ്ട്. അപ്പോൾ ആ രംഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ, ബാക്കി കഥകൾ ഞാൻ പറഞ്ഞുതരാം. പെൺകുട്ടിയെ കൈക്ക് പിടിച്ചു വലിച്ചു അല്ലേ? കൈക്ക് പിടിച്ചു വലിച്ചു കൈ പിടിച്ചു. അപ്പോ നിങ്ങൾ ആ കുട്ടി എങ്ങനെ പിന്നെ വീണത്? നിങ്ങൾ പിടിച്ചതല്ലയോ? പിന്നെ കഴിഞ്ഞ പിടി വലിച്ചു ചോറടച്ചു. ഒറ്റ കുട്ടി വീണത് നിങ്ങൾ കണ്ടായിരുന്നു? കണ്ടില്ല. അതായത് നിങ്ങൾ നോക്കാതെ വണ്ടി നിങ്ങളുടെ കൂടെ വേറെ പുറകിലാരുണ്ടായിരുന്നു? നിങ്ങളുടെ മകൾ അതിന് അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ മച്ചാൻ വന്നു, സൽമാൻ വന്നു. സൽമാനെ, ഇന്നത്തെ പരിപാടി എല്ലാരും ഹിറ്റാക്കി. താങ്ക് യു. ഇനി നമ്മൾ കുറെ സ്ഥലത്ത് പോകാനുണ്ട്. ഇനി ഞാൻ പോകാൻ പോണത്, ഞാൻ ഇപ്പൊ ഇത് പറയല്ല, പത്മകുമാറിന്റെ ഫാം ഹൗസിൽ ഒന്ന് പോകാനുണ്ട്. ആ ചെരുപ്പ് ഈ മരത്തിലേക്ക് കെട്ടിയിട്ടിട്ട് മരം ആടാണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ, ഈ പത്മകുമാറിന്റെ അമ്മ മരിച്ചുപോയി. സോറി, പത്മകുമാറിന്റെ അമ്മ മരിച്ചുപോയി. ഇനി ഇവര് കൊന്നാണെന്ന് അറിയാൻ പാടില്ല, അതൊക്കെ അന്വേഷിക്കണം. രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന ചേട്ടൻ, പത്മകുമാർ ചേട്ടൻ തൂങ്ങി മരിച്ചതാണ്. അത് പോലീസുകാർ ശക്തമായിട്ട് അന്വേഷിക്കണം. ഇനി പത്മകുമാർ കെട്ടി തൂക്കിയിട്ടാണോ കൊന്നിട്ട് പറയാൻ പറ്റില്ല. കാര്യം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഇതേപോലത്തെ മൃഗീയമായ ഇത്രയും വലിയ ഒരു എന്താ പറയുക, ഒരു വമ്പൻ സംഭവം ഉണ്ടായിട്ട് കേരള പോലീസും ക്രൈംബ്രാഞ്ചും പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. കാരണം എന്താണ്? കാരണം എന്തൊന്നുമല്ല, ജനങ്ങള് കൊള്ളൂല എന്നിട്ടുണ്ടാ ജനങ്ങള്. കാരണം എത്രയും പേര് കേസൊക്കെ അന്വേഷിച്ച് ജനങ്ങള് നല്ലവരല്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഫാം ഹൗസിൽ വർക്ക് ചെയ്ത ചേച്ചി, ആ ചേച്ചിയുടെ എന്തെങ്കിലും ആയിക്കോട്ടെ, പേരെന്ന് എനിക്കറിയാൻ പാടില്ല, സമയമില്ല ഇപ്പം പേരൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ആ ചേച്ചി പറയണ ഒരു ചെറിയൊരു ക്ലിപ്പുണ്ട്, അതും കൂടി ഒന്ന് കണ്ടിട്ടൊന്നേ, എന്നിട്ട് നമുക്ക് ബാക്കി കഥകളോട്ട് പോകാം. എന്തായാലും നമ്മുടെ പരിപാടി നിങ്ങൾ തുടർന്ന് കാണണോട്ടാ, കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇനിയിപ്പോൾ പറയും നമുക്ക് കാശ് ഉണ്ടാക്കാനാണ് തുടർന്ന് കാണുന്നത്, വേറെ പണിയിലാണെന്നൊക്കെ ചോദിക്കും. എനിക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ അടുത്ത സംഭവം എന്ന് വെച്ചാൽ, 1 സെക്കൻഡ്, വേറെ എന്താ പറയാൻ വന്നു, ആ നമ്പർ പ്ലേറ്റ് എങ്ങാണ്ട് ഒടിച്ചു കുറുക്കി കൊണ്ടിട്ടേക്കണ്, കാട്ടിൽ നിന്ന് കണ്ടെത്തി. മറ്റേ 225 എന്തെങ്കിലും ആയിക്കോട്ടെ. രണ്ടാമത്തെ കേസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഈ പോലീസുകാർ ഒരു പ്രതി കേട്ടോ, ഒരു പ്രതി ഇപ്പൊ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഫുഡൊക്കെ അടിച്ചിട്ട് വേഗം വിടാനല്ലേ നോക്കുള്ളൂ. ഇത് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് അച്ഛനും മകളും അമ്മയും കൂടി അവിടെ ഇരുന്നു ഹോട്ടലില്. പോലീസുകാർ വരാനല്ലേ ആ പയ്യെ പോലീസുകാർ പറന്നു വന്നു. ഭയങ്കര സംഭവമായിട്ട് പോലീസുകാർ 4 ദിവസം കണ്ടെത്താത്ത പോലീസുകാര് സാധനം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് അന്വേഷണം. വളരെ മോശപ്പെട്ട രീതിയിലുള്ള അന്വേഷണം.
നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട് കേട്ടോ പുറകെ. അതായത് തമാശ പറഞ്ഞല്ല. അപ്പൊ നിങ്ങൾ കറുത്ത കാറിനാണോ കറുത്ത കാറിന് നമ്പർ പ്ലേറ്റും വെളുത്ത കാറിന് നമ്പർ പ്ലേറ്റ് ഒക്കെ ശരിയാക്കി തരാം 2 ദിവസം ആയിട്ട്. ഇപ്പൊ നമ്മൾ വേറെ കുറച്ച് പരിപാടിയിൽ അതുകൊണ്ടായി പോയി. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ എപ്പിസോഡ് കാണണം. പിന്നെ ഇവര് ഫുഡ് അടിച്ച കഥയൊക്കെ ഞാൻ കുറെ കഥയൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പൊ എന്തായാലും ഈ അനിതകുമാരിയുടെ ഫാം ഹൗസിൽ വർക്ക് ചെയ്യുന്ന ചേച്ചി പറയുന്ന രംഗങ്ങളൊന്നും കണ്ടിട്ടോന്നേ. അതായത് ഇവർ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ മറിച്ചാണ് ഈ പത്മകുമാറിന്റെ ചേട്ടൻ തൂങ്ങി മരിച്ചാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സംഭവം ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. പാസ് ചെയ്ത് പോകുന്ന ടി വിക്കകത്ത് കാണുന്ന ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇതുപോലൊരു വെള്ളക്കാരനകത്താ ഇങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നവരടുത്ത് അത് ഞാൻ പറഞ്ഞില്ലൊന്നും ഇല്ല. അവര് കുനിഞ്ഞു നിന്നില്ല. പട്ടികളെ ആ കാറിനകത്ത് നിന്ന് ഇറക്കിയതൊക്കെ അവിടെ നിന്നുകൊണ്ടിരുന്നില്ല. അന്നേരം ആ നമ്മളാ ശ്രദ്ധിക്കുന്നതില്ലല്ലോ. ഞാൻ എന്നും ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഇവരങ്ങ് പറഞ്ഞങ്ങ് പോയതായിരിക്കും. അവരെ ചേട്ടൻ തൂങ്ങി മരിച്ചെന്നാണ്. അമ്മ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് മരിക്കുന്നത്. അച്ഛൻ ഇതിനു മുമ്പേ മരിച്ചു. അച്ഛൻ്റെ ജോലിയായിരുന്നു അമ്മയ്ക്ക് കിട്ടിയെന്നാ പറയുന്നത്. ഇയാളുടെ ഭാര്യ എങ്ങനെയായിരുന്നു ചേച്ചിയോടൊക്കെയുള്ള പെരുമാറ്റം? എൻ്റെ അറിവ് കുഴപ്പമൊന്നുമില്ല. നല്ല സഹകരണമൊക്കെ ആയിരുന്നു. ഇവർക്ക് ഇപ്പം ഈ ടി വി വാർത്ത കണ്ടണക്ക് ആ ഭാര്യയ്ക്കായി ബുദ്ധിയെല്ലാം ഭാര്യയെ പറഞ്ഞു കൊടുത്തെന്നില്ലേ പറയുന്നത്. എന്നിട്ട് നമ്മളെത്തിപ്പോൾ സഹകരിക്കും വേറെ കാര്യങ്ങളൊന്നും പറയത്തൊന്നുമില്ല. ആ അണ്ണ എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല. അണ്ണയും ഇവൻ നേരത്തെ പറഞ്ഞാണ് ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ പത്മകുമാറിന്റെ വീട്ടില് ചേട്ടൻ തൂങ്ങി മരിക്കുകയും അത് കഴിഞ്ഞ് കുറച്ചാളായപ്പോൾ അമ്മ മരിക്കുകയും ചെയ്തു. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സംഭവം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഇത് എതിർത്തെന്ന് പറഞ്ഞത് ഈ പത്മകുമാറിന്റെ അമ്മ. ഈ പറഞ്ഞ പത്മകുമാറിന്റെ ഭാര്യ പിന്നെ ഈ പറഞ്ഞ പോലെ വല്ല വിഷം കൊടുത്ത് കൊന്നാണോ തലക്കടി കൊന്നാന്ന് അറിയാൻ പറ്റില്ല. അതൊക്കെ അന്വേഷിക്കണം. ഞാൻ പറയും ഇവര് നുണ പരിശോധനക്ക് വിധേയമാക്കിയാലേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാല് പോലീസുകാരെ കണ്ടില്ലേ നൈസായിട്ട് നടക്കണ ഏത് മറ്റേ കല്യാണ വീട്ടിൽ പോണ പോലെ നൈസ്. അല്ല ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കാണാതെ തീർച്ചയായിട്ടും കാണാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാം കാണിച്ചു. എല്ലാവരും കണ്ടുട്ടോ. യെസ്റ്റർഡേ ആ ചാനലിൽ ഇന്നലത്തെ സപ്പോർട്ടുകൾ തന്നെ ഈ സപ്പോർട്ട് നിങ്ങൾ മുന്നോട്ടുണ്ടെങ്കിലേ വെറുതെ പറപ്പിക്കും. നമ്മൾ വേറെ ലെവലായിരിക്കും. ഇനിയിപ്പോ നമ്മൾ പോകാൻ പോണത് ഫാം ഹൗസിലോട്ട്. എനിക്ക് വേറെ സംശയം പിന്നെ തമിഴ്നാട്ടിലൊക്കെ പോകണം. ഞാനിപ്പോ നമ്മുടെ അഡ്വക്കേറ്റ് ആയിട്ട് CBI കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ട് അതിന്റെ അപ്ഡേറ്റ് ഒക്കെ അടുത്ത് തന്നെ വരും. ഇനി പറ സൽമാൻ മോനെ. മറ്റേ അനുപമ എന്ന് പറയുമ്പോ ഈ അച്ഛനും അമ്മയും കൂടെ ഈ പെണ്ണിന്റെ പെണ്ണിനെ കൂട്ടി ഇവര് പ്രതിയാക്കി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അച്ഛനും തന്നെ അനുപമ വേറെ എന്തെങ്കിലും അത് ഞാൻ പറഞ്ഞത് ഈ അനുപമേന ആരോ ഇത് സത്യമാണോ എന്താന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചും ചിന്തിക്കണല്ലോ. ചിന്തിച്ചോ നീ? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ അനുപമേന ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ചിലപ്പോ 1 കോടി രൂപയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ചിലപ്പോ അതിനു വേണ്ടി അച്ഛനും അമ്മയും ഇൻവോൾവ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി ഏതെങ്കിലും അച്ഛനും അമ്മയും ഒരു മകളെ കൊടുക്കുമോ? അതെ. കല്യാണം കഴിക്കാത്ത ഒരു മകളെ ഏതെങ്കിലും അച്ഛനും അമ്മയും കൊടുക്കുമോ? ആ മകള് അതുപോലെ അനുസരിക്കുമോ? പോലെ തന്നെയുള്ള കളിയാണ്. പക്ഷെ അതായത് ഇവര് ഈ പറഞ്ഞ അനുപമ ലോക്കായില്ലെങ്കിൽ, അതായത് അനുപമ ജയിലിൽ പോയില്ലെങ്കിൽ അനുപമക്ക് എന്തും സംഭവിക്കാം. അതാണ് കഥയുടെ വേറെ സംഭവം. മനസ്സിലായോ? അതെ അതാ ഞാൻ പറഞ്ഞത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാല് ഇത് തന്നെ ഒരു ബ്ലാക്ക് മെയിൽ. നമുക്ക് ഒരു അച്ഛൻ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്ക് ഒരേ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും മാതാപിതാക്കള് ഏതെങ്കിലും സ്വന്തം മകളെ പോലീസുകാർക്ക് ഒറ്റിക്കൊടുത്ത് ഇവളുണ്ട് പ്രതിയാന്ന് പറയോ? അപ്പൊ ഇതിന്റെ പുറകിൽ കുറേ സംഭവമുണ്ട്. പിന്നെ അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണാൻ മറക്കരുത്. വെറുതെ ത്രില്ലിംഗ് ആയിട്ട് സാധനം ഞാൻ ഗ്യാരണ്ടി തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ 6 പേരുണ്ടായി. പിന്നെ ബൈക്കിന് ഇവരുടെ പുറകെ 2 പേര് ബൈക്കിനുണ്ടായി. പിന്നെ വേറൊരു കാറും ഉണ്ടായി. അപ്പൊ അതൊക്കെ കണ്ട വ്യക്തിനെ ഞാൻ കൊണ്ടുവരും 2 ദിവസത്തിനുള്ളിൽ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഇവരൊക്കെ കണ്ട എത്ര എന്റെ പൊന്നു വച്ചാൽ കാറിന് പെട്രോൾ. ഞാനിപ്പോ എറണാകുളത്ത് നിൽക്കണം. ഈ പരിപാടി നടക്കണ എവിടെ എന്ന് അറിയാമോ? കൊല്ലം ചാത്തന്നൂരാണ്. ഇവിടുന്ന് 3 മണിക്കൂർ ഓട്ടോ ഉണ്ട്. ഇവിടുന്ന് 3 മണിക്കൂർ ഞാൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവന്മാരെയൊക്കെ കണ്ടുപിടിക്കാൻ എത്ര പ്രയാസമാണ്. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ പരിപാടി നിങ്ങളെ കാണിച്ചത്. അപ്പം നമ്മളെന്തായാലും CBIക്ക് തന്നെ കൊടുത്തിരിക്കും. ഉറപ്പായിട്ട് കൊടുക്കും. എൻ്റെ അമ്മയാണ് സത്യം. ഞാൻ കോടതിയിൽ ഈ സാധനം ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം എവിടേക്കുണ്ട് എല്ലാത്തിനും നമ്മൾ പൊക്കും. അതിൽ യാതൊരുവിധ ദാക്ഷിണി ഞാൻ കാണിക്കൂല. ഗുണ്ടായിസം ഉണ്ടെങ്കിൽ ഗുണ്ടായിസം അല്ല ഗുണ്ടകളെന്നൊക്കെ പറഞ്ഞാലേ അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ. ഗുണ്ടായിസം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. കൊട്ടേഷൻ അല്ലേ? കൊട്ടേഷൻ സംഘങ്ങൾ ആയിക്കോട്ടെ, കൊട്ടേഷൻ ആയിക്കോട്ടെ.
ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ ഒരു കാര്യമുള്ളൂ, ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം. പിന്നെ വേറെ കഥ പറഞ്ഞു, അത് പറയാൻ മറന്നുപോയി. വേറെ ടീം എന്നെ വിളിച്ചിട്ടുണ്ട് കൊല്ലത്തുനിന്ന്. അതായത് ഈ അനുപമ വളർത്തുന്ന പട്ടികൾ, കുറെ പട്ടികളുണ്ട് ആ ഫാം ഹൗസിൽ. ഇത് വെറുതെ റീച്ച് അടിക്കാനാ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചിരുത്തുന്ന സംഭവം ഒന്നും അല്ലട്ടോ. ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാല് അവിടുത്തെ ഒരാള് പറഞ്ഞാണ്, അതൊന്ന് അന്വേഷിക്കണം. സത്യം പറയുമ്പോൾ ഈ പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടു പോട്ടെ ഈ കിഡ്നിയും കരളും ലിവറൊക്കെ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പട്ടിക്ക് കൊണ്ടിട്ട് കൊടുത്ത് തിന്നാ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. അതും പോയിന്റാണ്. തമാശ ഇത്ര പട്ടി എന്തിനാ ഈ ഫാമിലി? ഈ പട്ടി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പട്ടിയാ. എന്നെയൊക്കെ ഓടിച്ചിട്ട് എന്റെ പൊന്നളിയാ വേറെ സീനായി, ഇപ്പൊ ഭയങ്കര സീനായി. ഇരുട്ടത്തല്ല പകല് പോയിട്ട് ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഫാം ഹൗസ്, പത്മകുമാറിന്റെ ഫാം ഹൗസ് എടുത്തിട്ടുണ്ട്. ആ ഫാം ഹൗസ് എടുക്കാൻ വേണ്ടി പട്ടിയുടെ ബഹളവും. അപ്പൊ ഞാനിപ്പോ അവിടെ വേറെ ടീമിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഒന്നും കൂടി അതിന്റെ ഉള്ളിൽ കയറുന്നുണ്ട്. വിശദമായിട്ട് കയറി ഒരു അന്വേഷണം ഞാൻ നടത്തണം. നമ്മള് CBI സംഭവം കുറെ അവിടെ അയച്ചു വെക്കാനുണ്ട്. അപ്പൊ ചെരുപ്പ് എന്നാന്ന് കണ്ടില്ലേ, അതുപോലെ തന്നെ പല സാധനം ചെരുപ്പ് ഇട്ടിട്ട് അതുകൊണ്ട് ചെറിയ ചെറിയ മരുന്നുകളില്ലേ, ഇങ്ങനെ സിറിഞ്ച് കുത്തിയിട്ട് എടുക്കണ മരുന്നുകൾ. ആ സീൻ അവിടെ ആ സംഭവം ഉണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടിട്ടോന്നേ, ആ സീനൊന്ന് നിങ്ങൾ കണ്ടിട്ടോ. ഇത് മരുന്ന്, ഇത് ഇഞ്ചക്ഷന്റെ മരുന്നാണ്. ഇപ്പൊ എവിടെ നിട്ടി? ഇവിടെ തറയിൽ നിന്ന് കിട്ടുന്നതാണ്. വേറെ കിടപ്പുണ്ടോ? കിടപ്പുണ്ട്, തോന്നുന്നുണ്ടത്. പട്ടിക്ക് കൊടുക്കുന്നതാണോ എന്താ നമ്മൾ ഇനി ചെക്ക് ചെയ്താലേ അത് അറിയാൻ പറ്റും. പട്ടി കൊടുക്കുന്നതാണ് നമുക്ക് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റും. എന്തായാലും ഈ ഒരു പ്രദേശത്ത് വളരെ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാല് കേരള പോലീസിന്റെ ആദ്യത്തെ അന്വേഷണം പക്കയായിരുന്നു. കാര്യം എന്താണ്, ഈ കുട്ടിയുടെ അച്ഛന്റെ ഓഫീസിലോട്ടൊക്കെ അന്വേഷണം പോയി. ഓഫീസിന്റെ അന്വേഷണം ഭയങ്കര അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് നിന്ന്. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ച സംഭവം, ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ അച്ഛന് 5 ലക്ഷം കൊടുക്കാണെന്നാണ് ആദ്യം പത്മകുമാർ പറഞ്ഞത്. ആദ്യം 5 ലക്ഷം കൊടുക്കാണെന്ന് പറഞ്ഞാള്. അങ്ങനെയാണ് പോലീസുകാർ ഈ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് അന്വേഷണം അങ്ങോട്ട് ഊർജ്ജു നോക്കി. കൊച്ചിന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അന്വേഷണം ഭയങ്കര അങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ നിന്നിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് പോകുന്നു കേരള പോലീസ്. എന്തുകൊണ്ട്? ആരാണ് ഇതിന്റെ പുറകിൽ? എത്ര വലിയ രാഷ്ട്രീയക്കാരനായാലും പൊക്കിയിരിക്കണമെന്ന് എനിക്കറിയാം. അത് എത്ര ഉള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഈ രാഷ്ട്രീയക്കാർക്കുണ്ട്, ഈ ഗുണ്ടകൾക്കുണ്ട്, എല്ലാവർക്കും, ഏത് രാഷ്ട്രീയക്കാരായാലും ഗുണ്ടകളായാലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തലവന്മാർ ഇവിടെ വളർത്തരുത്. MDMA മയക്കമരുന്ന് മാഫിയ സംഘത്തലവന്മാരെ ഇവിടെ വളർത്തരുത്. പലവരും പല സ്ഥലത്തും കയറുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാണ്ടൊക്കെ റെയ്ഡ് നടത്താനൊക്കെ. ഒരു പണി നടന്നിട്ടില്ല. ഒരു പണി നടക്കുന്ന സ്ഥലത്ത് കയറി നടക്കുന്ന സ്ഥലത്ത് കൊടുക്കുക, അല്ലാണ്ട് വെറുതെ കുണുകുണ അടിച്ചിട്ട് വെറുതെ നടന്നിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, സാധാരണ കള്ളന്മാരെയും ഈ പറയുന്ന പിടിച്ചോറിക്കാരെയൊക്കെ കയ്യിൽ വിലങ്ങ് വെച്ച്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്, ഇവരെ മാത്രം വിലങ്ങും വെച്ചിട്ടില്ല. എന്താണത് എന്നോടാ ചോദിക്കണത്? കേരള പോലീസും അത് ജനങ്ങളാണ് നിങ്ങൾ പ്രതികരിക്കണം. ജനങ്ങൾ പ്രതികരിക്കുക. സപ്പോർട്ട് മാത്രമല്ല, നിങ്ങൾ വാതുറക്കും, നിങ്ങളും പറയണം. കാരണം വേറൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെയും കുടുംബത്തിലുള്ള മക്കളെയൊക്കെ ഇതേപോലെ തട്ടിക്കൊണ്ടു. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് എന്തോരം പേരെ ഇയാളെ തട്ടിക്കൊണ്ടെന്ന് അറിയാൻ പറ്റുമോ? അത് ആ ചെരുപ്പ് കണ്ടിട്ട് തമിഴ്നാട് ചെരുപ്പൊക്കെ പോലെ ഉണ്ട്, കുറച്ചൊക്കെ ചെരുപ്പൊക്കെ കണ്ടിട്ട്. അത് മാത്രമല്ല, ആ ബ്ലാക്ക് വണ്ടി, അതായത് പത്മകുമാറിന്റെ ഫാം ഹൗസിൽ കിടക്കുന്ന ഒരു ബ്ലാക്ക് വണ്ടി 225 അതിന്റെ നമ്പർ കറക്റ്റ് ആണെന്ന് നോക്കാം നമുക്ക്. അല്ല, അതന്വേഷിച്ചപ്പോ പത്മകുമാറെന്ന് വാർത്തയിൽ കാണിച്ചായിരുന്നു. ശരിക്കും അറിയില്ല കേട്ടോ. ഞാൻ വാർത്തയിലൊക്കെ പലതും കാണും. നമ്മളെ പോയി എന്ന് അന്വേഷിക്കണ്ടേ, നമ്മള് CBI കൊടുക്കാൻ പോണു. അപ്പൊ രണ്ടാമത്തെ കേസ്. അപ്പൊ അതിനുള്ളിൽ പല പട്ടികളാണ്. നിസാര പട്ടി എന്ന് പറഞ്ഞ പണ്ടാരം ഞങ്ങൾ ഓടിക്കളഞ്ഞ് പണ്ടാരങ്ങാൻ വേണ്ടി. ഈ പട്ടി മനുഷ്യരെ കാണുമ്പോ ഈ പട്ടിയൊക്കെ എനിക്കൊന്ന്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പല കുട്ടികളും മിസ്സിംഗ് ആണ്. വേറെ ടീം പറഞ്ഞത് എന്താ സംഭവിച്ചാൽ, അന്വേഷണം ഊർജിതമാക്കണം. പത്മകുമാറിന്റെ ഫാം ഈ പൊക്ലിങ് കൊണ്ട് ഇളക്കി മറിക്കണം. നരബലി വരെയും അവിടെ നടന്ന സംശയം ഉണ്ടെന്ന് പറഞ്ഞത്. അവയവ കച്ചവടങ്ങൾ നടത്തിയോ? ഈ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങളും വളരെ വമ്പൻ റാക്കറ്റുകളാണ് കേരളത്തിലുള്ളത്. അതായത് നമ്മൾ ഉദ്ദേശിക്കണ പോലെ ഒന്നുമല്ല, ഉദ്ദേശിക്കണ രീതിയല്ല. തന്നെ തെറ്റിക്കാൻ അപ്പൊ പിള്ളേരെ അടിച്ചുകൊണ്ടോ പലതും അടിച്ചുകൊണ്ടോ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തു നിന്നും. അപ്പൊ അതുകൊണ്ട് ഫാമിലി എല്ലാവരും ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ. അപ്പുറത്തോട്ട് ഇരുന്നാലും ഇപ്പുറത്തോട്ട് ഇരുന്നാലും മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പൊ കുഞ്ഞുങ്ങളെല്ലാവരും നോക്കണം കേട്ടോ. തമാശ ഒന്നുമല്ല, നമ്മളോടായാലും നമ്മുടെ അമ്മയും പെങ്ങളോടായാലും എല്ലാവരോടായാലും കേട്ടോ. എല്ലാവരും സഹകരിച്ച് സപ്പോർട്ട് ചെയ്യുക. ഈ കേസ് CBIക്ക് കൈമാറി അങ്ങോട്ട് പറപ്പിക്കാം നമുക്ക് നൈസായിട്ട്. എന്താ സംഭവം നോക്കണമല്ലോ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പത്മ മറ്റേ അനുപമക്ക് എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ വന്നിട്ട് ആ സാധനമാണെങ്കിലും പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ ഒരു അച്ഛനമ്മ ഒരു മോളെ കൊടുക്കില്ല. അപ്പൊ മോൾക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മയും കുടുങ്ങിയതാണോ എന്നൊരു സംശയമുണ്ട്. മകൾക്ക് വേണ്ടി അച്ഛനമ്മയും കുടുങ്ങിയാണെന്ന് സംശയമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അച്ഛനമ്മയും കുടുങ്ങിയതാണെന്ന് സംശയമുണ്ട്. ഇനി ഭാര്യക്ക് വേണ്ടി, ഈ
പത്മകുമാറിന്റെ ഭാര്യ അനിതകുമാരിയുടെ കാമുകൻ വഴി അതെ അങ്ങനെയും സംഭവിക്കാം. അതും സംഭവിക്കാം. അന്വേഷണം ഊർജിതാക്കണം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഓടിട്ട വീട്, കുട്ടി പറഞ്ഞ ഓടിട്ട വീട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് പറഞ്ഞു ഓടിട്ട വീടില്ലെന്നല്ല പറഞ്ഞത്. പിന്നെ ഈ പത്മകുമാറും അനിതകുമാരിയും ഫാം ഹൗസിൽ ചെന്നപ്പോ ആ ചേച്ചി ചോദിക്കുകയുണ്ടായി, നിങ്ങൾ അറിഞ്ഞില്ലേ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് അറിഞ്ഞു? അതറിഞ്ഞറിഞ്ഞ ഞങ്ങൾ വന്നപ്പോ ചെക്കിംഗ് ഉണ്ടായി, ഇവര് വന്നപ്പോ ചെക്കിംഗ് ഉണ്ടായി. ആ സമയം കുട്ടി എവിടെയാണ്? ഇതൊക്കെ ഇപ്പൊ മണ്ടന്മാരും ചോദിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ CBI തന്നെ വരണം. ഇപ്പൊ പോലീസുകാരും ക്രൈംബ്രാഞ്ചുകാരും മോശമല്ലെന്നല്ല, അവര് ഉറക്കൊഴിഞ്ഞു. പോലീസുകാരും ക്രൈംബ്രാഞ്ചുകാരും മോശമല്ലെന്നല്ല, അവർക്ക് ടയേർഡ്. ഇവര് CBI അന്വേഷിക്കട്ടെ, ഇവര് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കട്ടെ. അതായത് ഈ പറഞ്ഞ പത്മകുമാറും ഭാര്യയും മകളും കൂടി ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. പറഞ്ഞിരുന്നിട്ട് ആൾക്കാരെ പറഞ്ഞു തന്നെയല്ല, ഇത് ആൾക്കാരെ പറ്റിക്കണല്ല, അവരെയും പറ്റിക്കണേ, പോലീസുകാരെയും പറ്റിക്കണേ, ഈ ക്രൈംബ്രാഞ്ചിനെ പറ്റിക്കണേ. അപ്പൊ അതിനാണ് എന്ത് വേണ്ടത്? നുണ പരിശോധന. അഭയ കൊലക്കേസ് തെളിയിച്ച പോലെ സിസ്റ്റർ അഭയെ കൊന്നപ്പോൾ പള്ളിയിലച്ഛനും ഈ പറഞ്ഞ കന്യാസ്ത്രീയും നുണ പരിശോധനക്ക് വിധേയമാക്കി. അതേപോലെ ഇവരെ നുണ പരിശോധിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. അഡ്വക്കേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പല പല പരിപാടികൾ. ഫാം ഹൗസ് ഉണ്ട്, തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്, അവരെ തിന്ന ഹോട്ടല് ബിരിയാണി അല്ലേ, അതെ എല്ലാ സാധനം നിങ്ങൾ സപ്പോർട്ട് തന്നായില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് തന്നാൽ എന്റെ പൊന്ന് ഫ്രീക്ക് മച്ചാമാരെ നമ്മ മുന്നോട്ട് പോകും. CBIക്ക് കൊടുക്കും, ഉറപ്പുള്ള കേസാണ്. അത് നമ്മള് കരുതിക്കൂട്ടി തന്നെ. സുകുമാരക്കുറിപ്പിനെ തന്നെ ചെയ്തതല്ലേ? സുകുമാരക്കുറിപ്പിന് അതായത് നമ്മുടെ ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, നമ്മുടെ ചാനലൊക്കെ റീച്ച് ഇല്ലാത്ത സമയത്ത് സുകുമാരക്കുറിപ്പ് നമ്മുടെ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറിപ്പിന്റെ വീട്ടിൽ കയറി ഞാൻ അങ്ങോട്ട് പാല് കാച്ചി. ഞങ്ങൾ വേറെ തമാശ പാല് കാച്ചി കഴിഞ്ഞപ്പോ ചാനൽ റീച്ചായി. ആ സമയത്താണ് കുറുപ്പ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത്, ദുൽഖർ സൽമാന്റെ പടം. അങ്ങനെ ഞാൻ ഇതേപോലെ തന്നെ സുകുമാരക്കുറിപ്പിന്റെ പുറകെ ഇങ്ങനെ പോയി. സുകുമാരക്കുറിപ്പ് ആരാണ്, എന്താണ് നമ്പർ പോയപ്പോഴാണ് നമ്മുടെ ചാനൽ 8000 കിടന്ന ചാനൽ 60,000 പോയത്. അത് കഴിഞ്ഞ് പിന്നെ നരവലിയുടെ പുറകെ പോയി, അങ്ങനെ പോയി. അപ്പൊ ഈ സുകുമാരക്കുറിപ്പിന്റെ പരിപാടി ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിരന്തരമായിട്ട് ഭീഷണി. പിന്നെ സുകുമാരക്കുറിപ്പിന്റെ തമാശ പറഞ്ഞല്ല, സുകുമാരക്കുറിപ്പിന്റെ പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെങ്ങന്നൂരിലുള്ള പോലീസുകാരെന്നെ വിളിച്ച് ഇങ്ങനെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കംപ്ലൈന്റ് എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ പോലീസാണെന്ന് ഞാൻ അങ്ങനെ, നിങ്ങൾ സുകുമാരക്കുറിപ്പാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ നോട്ടീസ് അടക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒരു പോലീസുകാരെ. അല്ല അനുവല്ലേ, അതെ നേരെ സ്റ്റേഷനിലേക്ക് വരണം. എനിക്ക് പോലും ഇല്ല വരാൻ. നോട്ടീസ് അടക്കണോന്ന് പറയണം. നിന്നെ വിളിക്കണേ, ഹലോ സൽമാൻ അല്ലേ? ഞാൻ പോലീസ് സ്റ്റേഷൻ SI ആണ്. എന്താ സാറേ? നാളെ 10 മണിക്ക് എത്തണം. നിങ്ങൾ ആരും പോകണ്ട. കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് തന്നെ. നിയമം നിയമമായിരിക്കണം, അല്ലെങ്കിൽ കളി മാറും, പണയം പാളും. പോലീസിന്റെ തലയുള്ള തൊപ്പി കാണില്ല. കാരണം കോടതിയിലെ ജഡ്ജിയാണ് എന്ത്, ജഡ്ജിയാണ് ദൈവം. ജഡ്ജിയുടെ മുമ്പിലൊക്കെ ഇത് ഇങ്ങനെക്കുള്ളൂ. ജനങ്ങളാണ് ഇവിടെ മന്ത്രിമാരെയും എല്ലാരും തീരുമാനിക്കുന്നത്. ജനങ്ങളാണ് എന്റെ പൊന്നുമക്കളെ, കോടതിയും എല്ലാം ജനങ്ങളാണ്. ജനങ്ങളും ജഡ്ജിയും എല്ലാം ദൈവമാണ്, ദൈവം എന്ന്. ഇത് കണ്ടില്ലേ, വണ്ടിപ്പെരിയാറിൽ ഒരു കുഞ്ഞിനെ കൊന്നവനാ കോടതി വെറുതെ വിടുന്ന കാഴ്ചകളാണ്. ഇപ്പൊ പോലീസുകാർ ഇതുണ്ട് ഓടിക്കൊണ്ടുവന്ന സീനൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ആ പ്രതിനെ രക്ഷിച്ചുകൊണ്ട് ഓടുന്ന സീനുണ്ട് കണ്ടോ എന്റെ പൊന്നേ, ഇതുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. കൊന്ന ആള് കോടതി വെറുതെ വിട്ടു, സാക്ഷികളില്ല. അതേപോലെ ആയിരിക്കും ഈ കേസും. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് സാക്ഷികളുമില്ല. ഈ പറയുന്ന സാക്ഷി കുഞ്ഞാണ്. ആ കുഞ്ഞ് പറഞ്ഞ പോലെ അല്ല പോലീസുകാർ എഴുതിയേക്കണതും. രണ്ടാമത്തത് ഇതിന്റെ തെളിവുകളെല്ലാം നശിപ്പിച്ചു. തെളിവൊന്നുമില്ല ഈ കേസിൽ. ഞാൻ പന്തയം വെക്ക, ഈ കേസിൽ തെളിവില്ല. അത് മറ്റേ വേറെ കേസാണ്. അപ്പൊ ഇതേപോലത്തെ അവസ്ഥയാണ് നമ്മുടെ കേരളത്തില്. അപ്പൊ തൊട്ടുള്ളവനാണ്, തൊട്ടുള്ളവനാണ്, തൊട്ടുള്ളവനാണ് കാര്യക്കാരൻ അല്ലേ? കാശുള്ള രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, പക്ഷേ ബുദ്ധിയുള്ള ജനങ്ങൾ തൊട്ടില്ലെങ്കിലും തൊട്ടുള്ളവനായാലും അല്ലെ എതിര് നിൽക്കുന്നവനെ അവനേക്കാൾ ഇപ്പൊ ഏറ്റവും വലിയ വമ്പന്മാരുടെ ഫ്ലാറ്റ് ആയിരുന്നു കുണ്ടന്നൂരുള്ള ഫ്ലാറ്റ്. കുണ്ടന്നൂരുണ്ടായ ഫ്ലാറ്റ് അഴിമതി നടത്തി പാടം നികത്തി പണിത ഫ്ലാറ്റ് ഒരാള് വെറുതെ നിന്നുകൊണ്ട് നമ്മുടെ സീനിൽ പൊളിപ്പിച്ച്. അതാണ് കോടതിയുടെ നിയമം. കോടതി മനസ്സിലായ? അപ്പൊ പ്രതികൾക്ക് വേണ്ടി നമ്മൾ ഊർജമായിട്ട് തന്നെ പല കാര്യങ്ങളും വരാനുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് കസ്റ്റഡി കാലാവധി
അവസാനിച്ച് പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്തു. പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകൻ രഞ്ജിത്ത് ശങ്കർ കേസ് ഏറ്റെടുത്തു. രഞ്ജിത്ത് ശങ്കർ ആരാണ്? ഇന്ന് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശങ്കറിന് വേണ്ടി നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് പ്രഭു വിജയകുമാർ ഹാജരായി കൊട്ടാരക്കര കോടതിയിൽ. പത്മകുമാറിനെ കൊട്ടാരക്കര സബ് ജയിലിലും അനിത, അനുപമ എന്നിവരെ ആട്ടക്കുളങ്ങര ജയിലിലേക്കും മാറ്റി. അപ്പം അങ്ങനെയാണ് കഥകൾ. അപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇപ്പോൾ സുപ്രീം കോടതി പിന്നെ അഭിഭാഷകൻ രഞ്ജിത്ത് ശങ്കറാണ് വരുന്നത്. രഞ്ജിത്ത് ശങ്കർ വെറുതെ പുളിങ്കുരു കൊടുത്താൽ അതിൽ വന്ന് വാദിക്കും. എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഇനിയിപ്പോ നല്ല കാശ് കൊടുത്താൽ മാത്രമേ ഇവരെ പോലുള്ള അഡ്വക്കേറ്റ്സ് വന്ന് വാദിക്കുള്ളൂ. ഇതിന്റെ ബാക്കിൽ എന്തോ വേറെ ഗെയിം ഉണ്ട്. ബാക്കിൽ സൈഡിലും മുമ്പിലും എല്ലായിടത്തും ഗെയിം നടത്തിട്ട് ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് ഒരിക്കലും വെറുതെ വിടില്ല. ഒരു കുട്ടികൾക്ക് പോലും ഈ ഗതി വരുത്തരുത്. ജനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാ. ഒരിക്കലും നിങ്ങൾ നമ്മ ഒരു ഫാമിലിനെ കൊടുക്കാനോ അതിന് വേണ്ടിയിട്ട് ഇതാക്കാനോ നമുക്കുണ്ട് അച്ഛനും അമ്മയും പെങ്ങളെല്ലാവരും. പക്ഷേ ഇതിന്റെ ഉള്ളില് അവർക്കും മക്കളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എല്ലാവർക്കും മക്കളുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം സംസാരിക്കുന്നുള്ളൂ, അല്ലാണ്ട് റീച്ച് കിട്ടാനും മറ്റതും പലതും അതൊക്കെ പോട്ടെ. നിങ്ങളായിക്കോട്ടെ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. പിന്നെ അനിതകുമാരിയുടെ അമ്മ, അതായത് ഈ പ്രതി പത്മകുമാറിന്റെ ഭാര്യ അനിതകുമാരിയുടെ അമ്മ പാവമാണ്. അവരെ ഞാൻ പോയി കണ്ടതാണ്. ആരോരുമില്ലാതെ താമസിക്കാൻ അനിതകുമാരിക്ക് ഒരു ആങ്ങളുണ്ട്, അയാളും പാവമാണ്. ഈ അനിതകുമാരിയുടെ അമ്മ പത്മകുമാറിന്റെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ സ്വത്തും കൈക്കലാക്കി ഈ പത്മകുമാറും ഭാര്യയും കൂടി. ആ എപ്പിസോഡ് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രക്ക് ശോകമായിട്ടുള്ള കണ്ണീര് വരും നമുക്ക്. ആ അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് പ്രതി അനിതകുമാരി, പത്മകുമാറിന്റെ ഭാര്യ അനിതകുമാരി, രണ്ടാം പ്രതിയുടെ സ്വന്തം പെറ്റ അമ്മ എന്നോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. ആ ലിങ്കെ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ നേരെ പോകാം എങ്ങാട്ട്? അനിതകുമാരിയുടെ തറവാട്ടിലോട്ട്. പത്മകുമാറായ അമ്മയെ ചവിട്ടിക്കൊല്ലാൻ നോക്കി, ഇടിച്ചു കൊല്ലാൻ നോക്കി, തള്ളിയിട്ടോ. അപ്പോൾ ആ കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ പരിപാടിയുമായി ഇൻഫാക്ഷൻ ബ്ലോഗ്സ് വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഷെയർ നിങ്ങളുടെ പറപ്പിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ എന്റെ പൊന്നു മച്ചാമാരെ ഒരു വെടിവഴി നടത്തണം. ഒരു വെടി വഴിപാട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ